ഈ ഒരു പ്രഭാതത്തിൻ്റെ അനുഗ്രഹീതമായ സമയത്ത് ദീനിയായ ഒരു മജ്‌ലിസിൽ വന്നിരിക്കുന്നതിൻ്റെ എല്ലാ പ്രതിഫലവും ബറക്കത്തുകളും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യത്തോടെ അവൻ നോക്കിക്കാണേണ്ടുന്ന ജീവിതമാണ് പരലോക ജീവിതം എന്ന് പറയുന്നത്. പരലോകത്തിൻ്റെ ഭയാനകത ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഓതുമ്പോൾ അതിലെടുത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ എല്ലാവരും ഫുറാദ ഒറ്റക്കൊറ്റക്കായിരിക്കും വിചാരണക്ക് എഴുന്നേൽപ്പിക്കപ്പെടുക. മറ്റൊന്ന്, ഒരാൾക്കും ഒന്നും മിണ്ടാനും പറയാനും സംസാരിക്കാനും അധികാരമില്ലാത്ത ലോകവും പരലോകം എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന്, ഒരു തണലുമില്ലാത്ത മനുഷ്യർ ഭയപ്പാടോടുകൂടെ കാലങ്ങളോളം, ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസമാണ് അല്ലെങ്കിൽ ദിവസങ്ങളാണ് പരലോകം എന്ന് പറയുമ്പോൾ അവിടെ വരാൻ പോകുന്നത്. അന്ന് ശഫാഅത്ത് ലഭിക്കുക എന്നത് വലിയ കാര്യമായിരിക്കും. അമ്പിയാക്കന്മാരുടെ ശഫാഅത്ത്, മലായികത്തുകളുടെ ശഫാഅത്ത്, ഇങ്ങനെ പലതരത്തിലായി അതിന് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ശഫാഅത്തുൽ കുബറ എന്നറിയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ ഒന്ന് വിചാരണക്ക് വെക്കുമോ എന്ന് ചോദിച്ച് നടത്തുന്നൊരു വലിയ ഒരു ശഫാഅത്തുൽ കുബറയുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ പരലോക കോടതിയിൽ വിവിധങ്ങളായ ശഫാഅത്തുകൾ നടക്കുമ്പോൾ അത് ലഭിക്കണമെങ്കിൽ ഒരാൾ എന്തൊക്കെയാണ് ദുനിയാവിൽ ശ്രദ്ധിക്കേണ്ടത്? അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം, തൗഹീദുള്ള മനുഷ്യനായി ജീവിതം സാക്ഷിയായി മാറുക. ഞാൻ തൗഹീദുള്ളവനാണ് എന്ന് ഉറക്കെ തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുക. ഹദീസിൽ പറഞ്ഞ വാക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക്, എല്ലാ നബിമാർക്കും ഈ ദുനിയാവിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. ഫതഅജ്ജല കുല്ല നബിയ്യിൻ ദഅവതുഹു. അവരെല്ലാവരും, എല്ലാ പ്രവാചകന്മാരും അവരുടെ ആ ഒരു ചാൻസ് ദുനിയാവിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വഇന്നീ ഇഖ്തബഅതു ദഅവതി. ഞാൻ ആ പ്രാർത്ഥന മാറ്റിവെച്ചു. എന്നേക്ക് ശഫാഅത്തൻ ലി ഉമ്മതി യൗമൽ ഖിയാമ. എൻ്റെ ഉമ്മത്തിന് നാളെ പരലോകത്ത് വെച്ച് ശഫാഅത്ത് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് ആ പ്രാർത്ഥന മാറ്റിവെച്ചു. നമ്മുടെ ഉമ്മത്തിനോട് നബിക്കുള്ള സ്നേഹമാണ് ഹദീസിൽ ബോധിപ്പിക്കുന്നത്. അത് കിട്ടും, അത് നേടാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ. ആർക്ക്? മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈആ. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരിക്കലും അല്ലാഹുവിനോട് പങ്കു ചേർക്കാതെ മരിച്ചുപോയാൽ, തൗഹീദ് ഉണ്ടെങ്കിൽ അവർക്കാണ് ആ ശഫാഅത്തിൽ പെടാൻ കഴിയുകയുള്ളൂ. അത് പ്രധാനപ്പെട്ടതാണ് എന്ന്. അസ്അദൻ നാസി ബിശഫാഅതി. ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് നേടുന്ന മഹാസൗഭാഗ്യവാന്മാർ മൻ, ഒരുത്തനാണ്. ഖാല, അവൻ പറഞ്ഞവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. ഖൽബിൽ നിന്ന് ഇഖ്ലാസോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളാണ്. തൗഹീദ് സ്വീകരിച്ച് അത് പ്രഖ്യാപിച്ച ആളാണ്. അവർക്കാണ് നാളെ ഒരു മനുഷ്യരും ഇല്ലാത്ത ആ പരലോകത്ത് ഈ സാക്ഷ്യപ്പെടുക, ശഫാഅത്തിന് ഒരു സാക്ഷിയാകാൻ കഴിയുക എന്ന് പറഞ്ഞത്. വേറൊരു ഹദീസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസായി സാക്ഷിയായവൻ, വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹി യുസദ്ദിഖു ലിസാനഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് നാവുകൊണ്ട് അത് സത്യപ്പെടുത്തിയവൻ, ഖൽബുഹു വലിസാനുഹു. ഖൽബുകൊണ്ടും നാവുകൊണ്ടും ആ രണ്ട് സാക്ഷ്യവാക്യങ്ങൾ അംഗീകരിച്ചവരാണെങ്കിൽ അവർക്ക് ആ ശഫാഅത്ത് നേടാൻ കഴിയും എന്നർത്ഥം. മറ്റൊരു കാരണം പറഞ്ഞിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്കാണ്. നമ്മൾ സ്വലാത്ത് ഇല്ലാത്തവരല്ല, നമ്മൾ യഥാർത്ഥ സ്വലാത്തിന്റെ വക്താക്കളാണ്.
യഥാർത്ഥ സ്വലാത്തിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ പഠിപ്പിച്ച സ്വലാത്തായിരിക്കും നമ്മൾ ചൊല്ലുക. നാട്ടിൽ പലതരം സ്വലാത്തുകൾ പുതുതായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും ഓരോ കറാമത്തുകളും അത്ഭുതങ്ങളും അതുപോലെ തന്നെ ധാരാളം കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കിയിട്ട് ആ സ്വലാത്താണ് ജനങ്ങളെ കൊണ്ട് അവർ ചൊല്ലിപ്പിക്കുന്നത്. യഥാർത്ഥ സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്താണ്. അത് ചൊല്ലുന്നതിന്റെ പ്രതിഫലം പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും. ആരെങ്കിലും ഒരാൾ മൻ സ്വല്ല അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, ഹീന യുസ്ബിഹു, പ്രഭാതത്തിൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ. അതിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അത് 10 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അതെല്ലാം പൂർണ്ണമായാണെങ്കിലും കുഴപ്പമില്ല. ഒരാൾ 10 പ്രാവശ്യം നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, ഹീന യുംസി 10, വൈകുന്നേരവും 10 തവണ സ്വലാത്ത് ചൊല്ലിയാൽ, അദ്റകതുഹു ശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് അവൻ കണ്ടെത്തുന്നതാണ്. സ്വലാത്തിന് ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, തിന്മകൾ പൊറുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പരലോകത്തെ എന്റെ ശഫാഅത്ത് നേടുന്നതിന് അവന് കാരണക്കാരനായി മാറുന്നതാണ്. മറക്കാതെ ജീവിതത്തിൽ പതിവാക്കേണ്ടുന്ന ഒരു സുന്നത്തായ കാര്യം എന്നുള്ള നിലക്ക് അത് ഓർമ്മിച്ചു വെക്കുക. മറ്റൊന്ന്, 5 നേരം നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അത് പലതും നമുക്ക് നമ്മളെ തിരക്കുകൾക്കിടയിൽ നമ്മൾ വിട്ടുപോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാം. ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുക. ബാങ്കിന്റെ പദങ്ങൾ അതുപോലെ ആവർത്തിക്കുക. ഹയ്യാൽ സ്വലയിലും ഹയ്യാൽ ഫലയിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് കഴിഞ്ഞ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് സാക്ഷ്യപ്പെടുത്തുക. ബാങ്ക് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മിസ്ലമായ ഖൂൽ, ബാങ്ക് കൊടുത്ത പോലെ അതേപോലെ ആവർത്തിച്ചു പറഞ്ഞു. സുമ്മാ, ബാങ്കിന് ശേഷം സ്വല്ലു അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. നമ്മളെ നാട്ടിൽ ബാങ്കിന് മുമ്പാണ് സ്വലാത്ത് കേൾക്കുള്ളൂ, ബാങ്കിന് ശേഷം സ്വലാത്ത് കേൾക്കൂല. എന്നാൽ ഇസ്ലാമിലുള്ള സുന്നത്ത് ബാങ്കിന്റെ ശേഷം, ബാങ്കിന് ശേഷം സ്വലാത്ത്. എന്റെ പേരിൽ ബാങ്കിന് ശേഷം സ്വലാത്ത് ചൊല്ലിയാൽ ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ 10 പ്രതിഫലം അവന് ഒരു സ്വലാത്ത് കൊണ്ട് കൊടുക്കും. എന്നിട്ട് ആ സ്വലാത്തിന് ശേഷം വസീല, എനിക്ക് വസീല എന്ന സ്വർഗത്തിലെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഏതാണ് സ്ഥാനം? ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിൽ ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു പദവിയാണ് വസീല എന്ന് പറയുന്ന പദവി. ഫസീല അല്ല, വസീല. ആ പദവി ഒരാൾക്ക് കിട്ടുള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട്, അതെനിക്ക് കിട്ടണം. ഒരടിമക്ക് മാത്രം കിട്ടുന്ന ദർജയാണ്. അതെനിക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ എനിക്ക് വേണ്ടി അത് പ്രാർത്ഥിച്ചാൽ, അങ്ങനെ വസീല കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് ശഫാഅത്ത് ലഭിക്കുന്നതാണ്. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدته. ഇതുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാവുകയാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന്, തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതേത് ക്ലേശങ്ങളിലും ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമാണെങ്കിൽ അയാൾക്ക് പ്രത്യേകമായ ക്ഷമയുടെ ഭാഗമായി ഒരു ശഫാഅത്ത് കിട്ടുന്നു. ലാ യസ്ബിറു അഹദുൻ അലാ ലിഅവാഇഹാ ഫയമൂത് ഇല്ലാ കുൻതു ലഹു ശഫീഅൻ ഔ ഷഹീദൻ യൗമൽ ഖിയാമത്തി ഇദാ കാന മുസ്ലിമാ. തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ക്ലേശങ്ങൾ ക്ഷമിച്ചുകൊണ്ട് മരണപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ അന്ത്യനാളിൽ ഞാൻ അവന് സാക്ഷിയായി ശുപാർശകനായി വരാതിരിക്കുകയില്ല. അവൻ മുസ്ലിമാണെങ്കിൽ, മുസ്ലിമായ ക്ഷമയുള്ള മനുഷ്യനാണെങ്കിൽ. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, മദീനയിൽ വെച്ച് ഒരാൾ മരിക്കുക എന്ന അവസ്ഥ വന്നാൽ അവർക്കൊരു പ്രത്യേകമായ ശഫാഅത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്.
മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായ ഒരാൾ വന്നിട്ട് നബിനോട് വന്ന് നബി അങ്ങോട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഖാദിമായ ഈ സഹാബി പറഞ്ഞു, റസൂലേ, എനിക്കൊരു ആവശ്യം നിങ്ങളോട് പറയാൻ. വമാ ഹാജതു, എന്താ എന്റെ ആവശ്യം? ഖാല ഹാജതി അൻ തശ്ഫഅ ലി യൗമൽ ഖിയാമ, നിങ്ങൾ ഖിയാമത്ത് നാളിൽ ശുപാർശ നടത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ എനിക്കും ഒരു അവസരം കിട്ടാൻ, അല്ലെങ്കിൽ അതിൽ ഞാൻ പെടാൻ എന്നെ ഒന്ന് സഹായിക്കണം നബി. എന്നാ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഖാൽ, അപ്പോ നബി തിരിച്ചു ചോദിച്ചു, വമൻ ദല്ല അലാ ഹാദ വമൻ ദല്ലക അലാ ഹാദ, ആരാ നിന്നോട് പറഞ്ഞത് എനിക്ക് പരലോകത്ത് ശഫാഅത്ത് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നൊക്കെ? എന്ന് പറഞ്ഞാൽ എത്ര ഇൽമുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, വഹീൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇന്നി ബികഥറതിസ് സുജൂദ്, നീ ധാരാളമായി സുജൂദുകൾ അധികരിപ്പിച്ചോ, നാളെ ശഫാഅത്തിന് സാധ്യതയുണ്ട്. അഥവാ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചോ, സുന്നത്ത് ഇബാദത്തുകൾ വ്യാപിപ്പിച്ചോ, അത് നിനക്ക് ശഫാഅത്തിന് കിട്ടാനുള്ള അധികാരത്തിന്, അവസരത്തിന് ചാൻസ് ആണ് എന്ന് അവിടെ പറഞ്ഞതായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, നാളെ അല്ലാഹുവിന്റെ പരലോക കോടതിയിൽ സംഭവിക്കുന്നതെല്ലാം സത്യം ഇത്ര വ്യക്തമാക്കിയിട്ട് ഓരോ കാര്യങ്ങളും എടുത്ത് വിശദീകരിച്ച് വഹിയിലൂടെ കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ ദുനിയാവിലെ ഏതേത് പരീക്ഷകളിലുമാണെങ്കിലും അതിലൊന്നും ചോദ്യപേപ്പർ നടത്താൻ തരൂല. പക്ഷെ അള്ളാന്റെ പരീക്ഷ നോക്കിയാൽ ഈ ദുനിയാവെന്ന ഖബറിലേക്ക് എത്തുമ്പോ എന്തൊക്കെ ചോദിക്കാന്നുള്ളത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. പരലോകത്ത് എന്തൊക്കെ വിചാരണ ചെയ്യാന്ന് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. പരലോകത്ത് ആർക്കൊക്കെ സ്വർഗം കിട്ടുക, ആർക്കാ നരകം കിട്ടുക നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുങ്ങുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സസ്പെൻസ് ഒന്നുമില്ല. അവിടെ എന്തൊക്കെ ചോദിക്കാന്നുള്ള അറിയാത്ത പ്രശ്നമൊന്നുമില്ല. ഇന്നതൊക്കെയാണ് ചോദിക്കുക, ഇങ്ങനെയൊക്കെയാണ് വിചാരണ ഉണ്ടാവുക, ഇന്ന ആൾക്കാരൊക്കെയാണ് ശഫാഅത്ത് ഉണ്ടാവുക. അള്ളാന്റെ കാരുണ്യാണ്. നേരത്തെ ഒരുങ്ങാനുള്ള കാരുണ്യം പടച്ചറബി നമുക്ക് തന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോക കോടതിയിൽ അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽ നടക്കുന്ന ആ ലോകത്ത് നമ്മളെല്ലാം ഭയപ്പാടോടെ നിൽക്കുന്ന വേളയിൽ വളരെ ശാന്തമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, സലാമൻ അലൈക്കും തിബ്തും എന്ന് പറഞ്ഞ ആനന്ദത്തോടെ, സന്തോഷത്തോടെ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുന്നു.